ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ മൗഗ്ലിക്കുട്ടൻ സിറ്റ് ഔട്ടിൽ കിടന്നുകൊണ്ട് നമ്മുടെ കോഴികളൊക്കെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്കാണെങ്കിൽ അരിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ അരി കൊത്തിപ്പറക്കൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് കിടക്കുകയാണ് മൗഗ്ലിക്കുട്ടൻ. അപ്പോൾ ഉച്ചതിരിഞ്ഞുള്ള സമയമാണ്. ഞാനാണെങ്കിൽ ചായ കുടിച്ചുകൊണ്ട് ഇവർ രണ്ട് കൂട്ടരുടെയും കാഴ്ചകളും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ ചെടികളും മറ്റുമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ കൊത്തിക്കളിച്ചൊക്കെ നടന്നതിന് ശേഷം അവരിതാ ഒരു പോട്ടിൽ വെച്ചിരിക്കുന്ന വെള്ളമാണ് കുടിക്കുക കേട്ടോ. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് കുടിക്കുക, അപ്പുറത്താണെങ്കിൽ അവർക്ക് മറ്റൊരു പാത്രത്തിലും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലിക്കാണ് ഭയങ്കര ദാഹം, അല്ലിയാണ് വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലാവിൽ നിന്ന് ചവറുകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ച തിരിഞ്ഞു നമുക്ക് ഇവിടെ ഇങ്ങനെ അടിക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇന്ന് താരതമ്യേന ഇലയൊക്കെ കുറവാണ്, എന്നാലും നമുക്കുള്ളതൊക്കെ നമുക്കൊന്ന് അടിച്ച് കളയാം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഉച്ച തിരിഞ്ഞുള്ള ജോലികൾക്കിടയിലുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാനുള്ളത് നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെ സാധനങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളത് നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയായും ഭംഗിയായിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് അല്ലേ. അങ്ങനെ വീട് മനോഹരമാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ വീട് അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളുകൊണ്ടൊന്ന് സന്തോഷിക്കുമല്ലേ. നല്ല ഭംഗിയുള്ള വീട്ടിലേക്കൊക്കെ കടന്ന് ചെല്ലുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം വന്ന് നിറയുന്ന പോലെ തോന്നും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നും അടിച്ചു വാരുകയും അതുപോലെ തന്നെ തുടച്ചിടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ വീട്ടിൽ ചില സാധനങ്ങൾ അനാവശ്യമായിട്ട് നമ്മൾ കൂട്ടി വയ്ക്കാറുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണ്, അതും കൂടി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് വീട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ എന്നൊന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ വാങ്ങി കൂട്ടൂലേ. പക്ഷെ പണ്ടത്തെ ഡ്രസ്സുകൾ വരെ നമ്മളിങ്ങനെ കൂട്ടിയെടുത്ത് വെക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അലമാരിയോ കബോർഡൊക്കെ തുറന്നും കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് നോക്കി നിൽക്കാം. അതായത് നമ്മളൊരു വർഷമായിട്ടും ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ അതിനുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എടുത്തങ്ങോട്ട് മാറ്റുക കേട്ടോ. എന്നിട്ട് ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് കൊടുക്കുക, അല്ലാത്തത് നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം കേട്ടോ. കാരണം ഒരാവശ്യമില്ലാതെ ഒരു വർഷത്തിന് മേലെയായിട്ടും നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഉപയോഗിക്കാതെ വെറുതെ നമ്മുടെ കബോർഡിലെ സ്ഥലം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ മടക്കി കൂട്ടി വെച്ചിരിക്കുന്ന ആ സാധനങ്ങൾ അത് പാഴ്വസ്തുക്കൾ തന്നെയാണ് അല്ലേ, അങ്ങനെയുള്ള ഡ്രസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് എത്രയും വേഗം നമ്മൾ ഒഴിവാക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡ്രസ്സുകൾ ഒഴിച്ച് നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ മാറ്റുക. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ അനാഥാലയത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരും, ഇന്ന ദിവസം ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുത്തും കഴിഞ്ഞ് ഒരു കിറ്റിലാക്കിയും കഴിഞ്ഞ് ഗേറ്റിൻ്റെ അവിടെ വെച്ചാൽ മതി. അവർ വണ്ടി കൊണ്ടുവന്നും കഴിഞ്ഞ് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇല്ല അങ്ങനത്തെ സൗകര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്കായാലും അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറ്റും അല്ലേ. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ പാവപ്പെട്ടവരുണ്ട് അല്ലെങ്കിൽ ഇതിനാവശ്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിയും കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കേണ്ടതൊക്കെ നമ്മുടെ ഒരു ചുമതല തന്നെയാണ് അല്ലേ. നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീടിനുള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കബോർഡിനുള്ളിലൊക്കെ ധാരാളം സ്ഥലവും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമായിരിക്കും അല്ലേ. ആവശ്യക്കാർക്ക് അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഞാനൊരു ഉപകാരമില്ലാതെ വെച്ചിരുന്ന വസ്തുക്കൾ ആരെങ്കിലും ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കും അല്ലേ. പിന്നെ അടുത്തൊരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടൊക്കെ അടിച്ചു വാരൂല്ലേ. അടിച്ചു വാരാനായിട്ട് നമ്മൾ ചൂല് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ചൂല് അതുപോലെ തന്നെ നമ്മൾ മാറാലച്ചൂല്, പിന്നെ നമ്മുടെ ജനലൊക്കെ പൊടി തട്ടുന്ന ചൂലുകൾ, ഇതൊക്കെ നമ്മൾ വാങ്ങിയും കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് വീട്ടമ്മമാർ. ഇതൊക്കെ കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ മോപ്പുകളും അങ്ങനെ തന്നെ, ഇതൊക്കെ കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വീട്ടിലിങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം വാങ്ങിയ ചൂല്, പിന്നെ കഴിഞ്ഞ വർഷം വാങ്ങിയ ചൂല്, ലാസ്റ്റ് ഉപയോഗിച്ച ചൂല്, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ചിലപ്പോൾ നമ്മുടെ വർക്ക് ഏരിയയിൽ കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റുക. അത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരില്ലേ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ കൊടുത്തും കഴിഞ്ഞ് പൈസ വാങ്ങുക.
അങ്ങനെ നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടൂലേ. നമ്മൾ നോക്കുന്നിടത്തൊക്കെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഇപ്പോൾ ഇതാണെങ്കിൽ ഒരു മാറാലച്ചൂലിൻ്റെ ഒരു കോലാണ് കേട്ടോ. അതിൻ്റെ ആ മുകൾ ഭാഗമൊക്കെ പോയി കിടക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുക. എന്നിട്ട് അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് മാറ്റുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചൂലാണെങ്കിലും അതിൻ്റെ ഒരു സൈഡ് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ അത് ഇനി ഒരുപാട് കാലം അങ്ങനെ കൂട്ടി വയ്ക്കാതെ ഇത് രണ്ടും കൂടി ഞാൻ ദാ എടുത്തു വെച്ചും കഴിഞ്ഞിട്ട് പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ വരും. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ കൂട്ടി വെക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇതൊക്കെ വീടിൻ്റെ ഐശ്വര്യക്കേടായിട്ട് കണക്കാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂട്ടി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വിറ്റ് കളയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അടിച്ചു വാരുന്നതിൻ്റെ ഇടയ്ക്ക് രമേശ് ചേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. എന്നേക്കാൾ മുൻപേ ആയിട്ട് മൗഗ്ലിക്കുട്ടനെ ഓടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ പാവത്തിന് ഗേറ്റ് തുറക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെന്ന് ഗേറ്റ് തുറന്ന് രമേശ് ചേട്ടൻ വന്നു. അപ്പോഴേക്കും മൗഗ്ലിക്കുട്ടൻ ഓടി വന്നിരിക്കുകയാണ് കേട്ടോ. വരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് മീനെങ്ങാനും വാങ്ങി വെച്ചിട്ടുണ്ടോ, കിറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൗഗ്ലിക്കുട്ടൻ അത്ര തിടുക്കമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഒന്ന് സ്മെല്ല് നോക്കിയും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുക. മീനാണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മീൻ നന്നാക്കാനൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ മൗഗ്ലിക്കുട്ടൻ ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ വന്ന് നോക്കുന്നതൊക്കെ. രമേശ് ചേട്ടൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ അടക്കി ഒതുക്കിയും കഴിഞ്ഞ് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളതൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൽ പാക്കറ്റിൽ വാങ്ങിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടിന്നിലിട്ട് വെക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പാക്കറ്റ് നമുക്ക് എടുത്ത് മാറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അല്ലേ. അതുപോലെ തന്നെ എപ്പോഴും നമ്മളൊരു കിറ്റ് വണ്ടിയിൽ കരുതുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കിറ്റ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഇതുപോലുള്ള ഒരു തുണിസഞ്ചിയാണ് കേട്ടോ ഞങ്ങൾ 2 വീലറിനുള്ളിൽ എപ്പോഴും വെക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തുണിസഞ്ചിയിൽ വാങ്ങിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കിറ്റുകളൊന്നും നമ്മുടെ വീട്ടിൽ വന്നും കഴിഞ്ഞിട്ട് നിറയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കിറ്റ് വെക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള തുണിസഞ്ചിയായിട്ട് നമ്മുടെ വണ്ടിക്കുള്ളിൽ വെക്കുകയാണെങ്കിൽ നമുക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡും അതുപോലെ തന്നെ സൈഡിലുള്ള റോഡുകളും ഒക്കെ റീടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള റോഡിലേക്കൊന്നും നമ്മൾ ചവറുകളും മറ്റൊന്നും അടിച്ചിട്ട് കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ചു കൂട്ടി കത്തിച്ച് നല്ല വൃത്തിയാക്കി പരിസരം ഇടണം കേട്ടോ. അപ്പോൾ ഇന്നിതാ മത്തി പീരയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൗഗ്ലിക്ക് നല്ല സന്തോഷമുണ്ട്. പുറത്ത് അവൻ വെയിറ്റ് ചെയ്ത് കിടക്കുന്നത് എന്തായാലും ഇത് വേവുമ്പോൾ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ മത്തിപ്പീരയൊക്കെ നല്ല പോലെ വറ്റിയിട്ട് വേണം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി നമുക്ക് അതാണ് കേട്ടോ. ഇനിയുണ്ടല്ലോ നമ്മുടെ കിച്ചണിലെ ജോലികൾ, കുക്കിംഗ് ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം നമ്മൾ നമ്മുടെ വീട്ടിൽ, അതായത് കിച്ചണിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു മാറ്റാനുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ പഴകിയ ഒരു ബ്രഷ് ഉണ്ട്, നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞ ബ്രഷ്, അതുപോലെ പൽപ്പൊടി ഇട്ട് വെച്ചിരുന്ന ടിന്ന് അത് കഴിഞ്ഞതാണ്. പേസ്റ്റ് ആണെങ്കിലും കഴിഞ്ഞ ഒരു കവർ ഇരിക്കുന്നുണ്ട്. ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റാം അല്ലേ. ഈ കഴിഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ബ്രഷ് കൂട്ടിൽ പിന്നെയും വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. അപ്പോൾ അതങ്ങനെ ഇരുന്നത് കൊണ്ട് പുതിയ ബ്രഷിൻ്റെയും കൂടി ആ ഒരു ഭംഗിയും കളയും, ആ സ്പേസും പോവും, ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ പഴകിയ മരുന്നുകൾ, അതുപോലെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി ആയിട്ടുള്ള ഗുളികകൾ, ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കാണും അല്ലേ. നമുക്ക് ഒരു പനിയും ചുമയും ഒക്കെ വരുമ്പോൾ നമ്മൾ സിറപ്പും അതുപോലെ തന്നെ ഗുളികകളും ഒക്കെ വാങ്ങി കഴിച്ചു തുടങ്ങുമ്പോഴേക്കും മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴകിയ മരുന്നുകളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണം കേട്ടോ. അതുപോലെ നമ്മൾ ഒട്ടും ഉപയോഗിക്കാത്ത പാത്രങ്ങൾ നമ്മുടെ കിച്ചണിലിരിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും കഴുകി വെക്കാമെന്നല്ലാതെ നമ്മൾ ഉപയോഗത്തിൽ എടുക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പാത്രങ്ങൾ നമ്മൾ എടുത്തു മാറ്റണം കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ഗീ വാങ്ങിയതോ ബട്ടർ വാങ്ങിയതോ അതുപോലെ ഉള്ള കുപ്പികളൊക്കെ കാലിയായതൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. ജാം അങ്ങനെയൊക്കെ വാങ്ങിയതൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും.
അങ്ങനെ കാലിയായിട്ടുള്ള ചെപ്പുകളൊക്കെ എടുത്ത് നമ്മൾ മാറ്റാം കേട്ടോ. അതുപോലെ തന്നെ ഉപയോഗം കഴിഞ്ഞ ലൈറ്ററുകൾ, അതിപ്പോൾ നമ്മുടെ സാധാരണ ലൈറ്ററും സ്റ്റൗവിൻ്റെ ലൈറ്ററും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എടുത്തും കഴിഞ്ഞിട്ട് മാറ്റാം കേട്ടോ. പിന്നെ നമ്മളിതാ ഇന്ന് പൊട്ടിച്ചിട്ടിട്ടുള്ള പരിപ്പോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെയൊക്കെ കിറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കവറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എനിക്ക് കിച്ചണിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും ഒക്കെ മാറ്റാനായിട്ട് ഉണ്ടായിരുന്നു. ഈ അനാവശ്യ വസ്തുക്കളാണ്, ഇതൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ വേസ്റ്റ് ബിന്ന് എടുത്തും കഴിഞ്ഞിട്ട് വേസ്റ്റ് ബിന്നിലേക്ക് ഇതൊക്കെ ഇങ്ങനെ ഇടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ വേസ്റ്റ് ബിന്നിൽ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി സമയം ആയതുകൊണ്ടാണ് കേട്ടോ. നേരം വെളുത്തിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവറുകളും സാധനങ്ങളൊക്കെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്ന ചാക്കിലേക്ക് നമുക്ക് മാറ്റണം. അതുപോലെ തന്നെ പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ എടുക്കാൻ വരുന്നവർക്ക് പഴയ പാത്രങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേറെ വേറെ നമുക്ക് തിരിച്ച് വെക്കണം. അപ്പോൾ രാത്രി നമുക്ക് എന്തായാലും എല്ലാം കൂടെ നമുക്ക് വേസ്റ്റ് ബിന്നിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞു പോയ പേന, അതുപോലെ തന്നെ പെൻസിലുകൾ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ എടുത്ത് മാറ്റാനായിട്ട് നോക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ പുതിയ ബൾബ് നമ്മളിടും. അപ്പോൾ പഴയത് അവിടെ ഇവിടെയും വലിച്ചിടാതെ അതും നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കുക കേട്ടോ. പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്നവർ അതൊക്കെ എടുക്കും. അതുപോലെ തന്നെ കണ്ണാടികളൊക്കെ പൊട്ടിയതാണെങ്കിൽ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാനേ പാടില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കെടുത്തുന്ന സാധനങ്ങളാണ്. ഈ കെട്ടുപോയ ബൾബും അതുപോലെ തന്നെ പൊടിഞ്ഞ കണ്ണാടിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ മാറ്റി വയ്ക്കാം. നമ്മൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോഴോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഈ വക സാധനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യവും സമാധാനവും സന്തോഷമൊക്കെ വന്ന് നിറയും കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലുള്ള കാര്യങ്ങൾക്കായിട്ട് കുറച്ച് സമയമെങ്കിലും മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാരുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കൂട്ടുകാരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.